71st question. What is not correct about the Ramdasi Panth of Maharashtra? അതായത് മഹാരാഷ്ട്രയിലെ രാംദാസി പന്ത് എന്ന് പറയുന്ന കമ്പോസിഷൻ്റെ പ്രത്യേകതയിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ 3 കറക്റ്റാണ്, ഒരെണ്ണം നോട്ട് കറക്റ്റാണ്. ആ നോട്ട് കറക്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് വായിക്കാം. A traditional features of the Ramdasi was their non-political attitude. Option B, Ramdasi Panth was strictly composed of Brahmanas. Option C, Ramdasis were more directly connected with the Marathas. Option D, they openly supported Shivaji. ഇതിൽ ഓപ്ഷൻ എ ആണ് നോട്ട് കറക്റ്റ്. ട്രഡീഷണൽ ഫീച്ചർ ഓഫ് ദ രാംദാസീസ് വാസ് ദെയർ നോൺ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് തെറ്റാണ്. പകരം അവർ ഭയങ്കര പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവർ തന്നെ ആയിരുന്നു. ബാക്കി 3 കറക്റ്റാണ്. 3 കറക്റ്റ് എന്ന് പറഞ്ഞാൽ രാംദാസി പന്ത് വാസ് സ്ട്രിക്ട്ലി കമ്പോസ്ഡ് ഓഫ് ബ്രാഹ്മണാസുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് രാംദാസി പന്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൂടാതെ അവർക്ക് മറാത്താസുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു. ശിവജിയുമായിട്ടുള്ള സപ്പോർട്ട് അവർ ഓപ്പൺ ആയിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് സെലക്ട് ദ കറക്റ്റ് കോഡ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഇവിടെ കാണാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അത് പക്ഷേ NDA കൊടുത്ത ആൻസറാണ്. ABDC. ആദ്യം ഡെക്കാൻ അസോസിയേഷൻ, പിന്നെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, പിന്നെ ഇന്ത്യൻ ലീഗ്, ലാസ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അങ്ങനെയാണ് അവർ അതിൻ്റെ ഓർഡർ കൊടുത്തിരിക്കുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലനേഷനിൽ തന്നിട്ടുള്ള ഇയേഴ്സ് നോക്കിയാൽ മനസ്സിലാവും. ഡെക്കാൻ അസോസിയേഷനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രണ്ടും 1885 അതുകൂടാതെ ഇന്ത്യൻ ലീഗ് 1928 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1966 അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓർഡർ വരേണ്ടിയിരുന്നത് ആദ്യം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും അവസാനം D അഥവാ ഇന്ത്യൻ ലീഗും വരണം. ബാക്കി ഡെക്കാൻ അസോസിയേഷനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിനിടയിൽ വരണം. അങ്ങനെ ഒരു ഓർഡറിലല്ല ഉത്തരം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൻസർ ബൈ NDA എന്ന് അവിടെ പ്രത്യേകം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്നത് വെച്ചിട്ട് ഉത്തരം കറക്റ്റായിട്ടുള്ള ഡാറ്റ പഠിച്ചിട്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കണം. അവിടെ അത് മാറുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ചിന്തിക്കണം. നിങ്ങളുള്ള പ്രൂഫ് ഉള്ളത് വെച്ചിട്ട് പഠിച്ചിട്ട് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. ദ ഡെക്കാൻ അസോസിയേഷൻ 1885 ബാൽഗംഗാധര തിലക് പൂനെയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ അസോസിയേഷനാണ്. ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത് 1866 ലണ്ടൻ ബേസ്ഡ് ആയിട്ട് ദാദാഭായ് നവറോജി തുടങ്ങിയ അസോസിയേഷനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയാലോ, അത് ഇവിടെ തന്നെ തുടങ്ങിയതാണ്. ഇന്ത്യൻ ലീഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് 1928 കൃഷ്ണമേനോൻ മലയാളിയാണ്, VK കൃഷ്ണമേനോൻ. അവർ ഇംഗ്ലണ്ട് ബേസ്ഡ് ആയിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. 71ാമത്തെ ചോദ്യത്തിൽ അഡീഷണൽ ഡാറ്റ പറയുന്നത് രാംദാസ് സ്വാമിനെ കുറിച്ചിട്ട് മാത്രമാണ്. അതായത് ഈ രാംദാസിയ പന്ത് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു ഹിന്ദു സിഖ് ഗ്രൂപ്പാണ്. ഒരു തരം ദളിത് സിഖ് ഗ്രൂപ്പിനെയാണ് രാംദാസി പന്ത് എന്ന് പറയുക. അത് ഉണ്ടാക്കിയത് രാംദാസ് സ്വാമിയാണ്. ലോർഡ് രാമനെ ആരാധിക്കുന്നതായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് തുടങ്ങിയത്. പക്ഷേങ്കിൽ ഒരേ സമയം അതൊരു സിഖ് ഗ്രൂപ്പ്, ദളിത് സിഖ് ഗ്രൂപ്പാണെന്നും അതല്ല ലോർഡ് രാമനെ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എന്നുള്ള രീതിയിൽ 2 തരം വാദങ്ങളുണ്ട്. രണ്ടും ഈ രാംദാസ് സ്വാമി ഉണ്ടാക്കിയ ഗ്രൂപ്പിന് ആപ്റ്റാണ് താനും. അപ്പോൾ അത് മാത്രമേ അവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഡാറ്റയുള്ളൂ. 73ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ചാൻസലർ ഓഫ് ദ വെരി ഫസ്റ്റ് ഇന്ത്യൻ വിമൻസ് യൂണിവേഴ്സിറ്റി. അതായത് ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചാൻസലർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ സർ RG ഭണ്ഡാർക്കർ എന്നുള്ളതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് സർ ശങ്കരൻ നായർ, സർ തേജ് ബഹാദൂർ സപ്രു, സർ അശുതോഷ് മുഖർജി. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തിനാണ് വായിച്ചെന്ന് വെച്ചാൽ റിലേറ്റഡ് ഫാക്ട് നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പഠിക്കുമ്പോൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതായത് ബാക്കി ഓപ്ഷൻസ് തന്ന സ്ഥിതിക്ക് ആ ആൾക്കാരെ കുറിച്ചും കൂടി അടഞ്ഞു വെച്ചാലേ കൂടുതൽ ക്ലാരിറ്റിയിൽ നമുക്കൊരു ചോദ്യത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരത്തിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് 74th ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കോഡ് ഗിവൺ ബിലോ. എഗെയിൻ മാച്ച് ദ ഫോളോയിങ്. ഓതേഴ്സിൻ്റെ പേര് EH കാർ, മാർക്ക് ബ്ലോക്ക്, WH വാഷ്, ഹെർബർട്ട് ബട്ടർഫേർഡ്. എല്ലാവരും മോഡേൺ ഹിസ്റ്റോറിയൻസ് ആണ്. അതായത് ആൻഷ്യൻ്റ് മിഡീവൽ ആ സമയത്തൊന്നുമില്ല, മോഡേൺ കാലഘട്ടത്തിൽ തന്നെയുള്ള ഹിസ്റ്റോറിയൻസ് ആണ്. വർക്കുകൾ എന്ന് പറയുന്നത് എൻ ഇൻട്രൊഡക്ഷൻ ടു ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, വാട്ട് ഈസ് ഹിസ്റ്ററി, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി, ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്. ഇതിൽ 2 വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്, EH കാറും മാർക്ക് ബ്ലോക്കും. അതുപോലെ തന്നെ അവരുടെ പുസ്തകങ്ങൾ വാട്ട് ഈസ് ഹിസ്റ്ററി, ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റും. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് ഉത്തരം എഴുതാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ നോക്കാം. EH കാറിൻ്റെ പുസ്തകം വാട്ട് ഈസ് ഹിസ്റ്ററി, A2 വരണം. അങ്ങനെയുള്ള 2 ഓപ്ഷൻസാണ് നമ്മളുള്ളത്, Bയും Dയും. അപ്പോൾ തന്നെ Aയും Cയും എലിമിനേറ്റഡ് ആയി പോയി. അത് കഴിഞ്ഞാൽ മാർക്ക് ബ്ലോക്കിൻ്റെ പുസ്തകം
ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് അഥവാ B4 എന്നുള്ളൊരു ഓപ്ഷൻ വരണം. B4 എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി ആണ്. അതുകൊണ്ട് തന്നെ മാർക്ക് ബ്ലോക്കിൻ്റെ പുസ്തകം ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ആണ് എന്നുള്ള ഒരൊറ്റ ഡാറ്റ അറിയുന്ന ഒരാൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം. അവർക്ക് മറ്റുള്ള 3 ആൾക്കാരെയും 3 ആൾക്കാരുടെ പുസ്തകങ്ങളൊന്നും അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. EH കാർ ആരാന്ന് അറിയണമെന്നില്ല, WH വാഷ ആരാന്ന് അറിയണമെന്നില്ല, ഹെർബർട്ട് ബട്ടർഫോർഡ് ആരാന്ന് അറിയണമെന്നില്ല, അവരുടെ ഒന്നും പുസ്തകം അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പുസ്തകങ്ങൾ ഏതാണെന്നും അറിയണമെന്നില്ല. ആ ഒരൊറ്റ ഡാറ്റ കിട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. അതെന്തിനാണ് എടുത്തെടുത്ത് പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം കണ്ടിട്ട് എല്ലാവരും വായിച്ചു നോക്കി എനിക്ക് പരിചയമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് മുന്നേ ഓപ്ഷൻസ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മളൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ശ്രദ്ധ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരു മാർക്ക് കിട്ടും. നെറ്റിനെ സംബന്ധിച്ച് 2 മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ച് 1 മാർക്ക് എന്ന് പറയുന്നതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം നമുക്ക് ഉത്തരം എഴുതാനുള്ള കപ്പാസിറ്റി കൂടും എന്നാണ് പറഞ്ഞു വന്നത്. ഏതായാലും ഉത്തരം എവിടെ കൊടുക്കാം. ട്രിക്ക് പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിലും കറക്റ്റ് ആൻസർ ഏതാണെന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ വായിച്ചു തരാം. EH കാർ ഓപ്ഷൻ 2 വാട്ട് ഈസ് ഹിസ്റ്ററി, B മാർക്ക് ബ്ലോക്ക്, ഓപ്ഷൻ 4 ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്, തേർഡ് വൺ WH വാഷ് എഴുതിയ ബുക്ക്, ഫസ്റ്റ് വൺ ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, ബാക്കിയുള്ളത് ഹെർബർട്ട് ബട്ടർഫോർഡ്, 3ാമത്തെ പുസ്തകമായ വിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി എന്നുള്ളതാണ്. ഇതുവരെ അറിയോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ ചോദ്യം കണ്ട സ്ഥിതിക്ക് ഈ ആൾക്കാരെയും അവരുടെ പുസ്തകവും പഠിച്ചു വെക്കണം. അത് കൂടുതൽ ഉപകാരപ്പെടും.